ചിൽഡ്രൻ, സമയചക്രം എന്ന പാഠഭാഗത്തിലെ അടുത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സർക്കസ് കലാകാരനായ രാജു തൻ്റെ സൈക്കിൾ യജ്ഞം 6:15 AM തുടങ്ങി 9:30 PM അവസാനിപ്പിക്കുന്നു. എങ്കിൽ അയാൾ ഒരു ദിവസം എത്ര സമയം സൈക്കിൾ ഓടിക്കുന്നു? അപ്പോൾ ഇതിൽ എന്തൊക്കെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്? AM PM എന്ന രീതിയിൽ നമുക്ക് സമയം തന്നിട്ടുണ്ട്. പിന്നെ ആദ്യം AM സമയം നമുക്ക് പരിശോധിക്കാം. 6:15 AM മുതൽ 7 മണി വരെ 45 മിനിറ്റ്. 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെയോ 5 മണിക്കൂർ. അപ്പോൾ AM ആകെ സമയം 5 മണിക്കൂർ 45 മിനിറ്റാണ്. ഇനി PM നോക്കിയേ, ഉച്ചയ്ക്ക് 12 മുതൽ 9:30 വരെ 9 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. മൊത്തം AM PM സമയം. AM സമയം 5 മണിക്കൂർ 45 മിനിറ്റ്, PM സമയം 9 മണിക്കൂർ 30 മിനിറ്റ്. മൊത്തം 14 മണിക്കൂർ 75 മിനിറ്റ്. 75 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 15 മിനിറ്റാണ്. 60 മിനിറ്റ് കൂടുമ്പോൾ അത് 1 മണിക്കൂറാവുന്നു. ബാക്കി 15 മിനിറ്റാണുള്ളത്. അപ്പോൾ 14 മണിക്കൂറിൻ്റെ കൂടെ 1 മണിക്കൂർ 15 മിനിറ്റ് കൂട്ടും നമ്മൾ. അപ്പോൾ എത്രയാവും? 15 മണിക്കൂർ 15 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. അടുത്ത പ്രവർത്തനം നോക്കാം. നഗരത്തിലെ സർക്കസ് പ്രദർശനം മതിയാക്കി രാജുവിൻ്റെ സർക്കസ് കമ്പനി മറ്റൊരു നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. 10:45 PM പുറപ്പെട്ട ഇവർ 7:30 AM പുതിയ സ്ഥലത്ത് എത്തിച്ചേർന്നു. എങ്കിൽ യാത്രയ്ക്ക് എത്ര സമയമെടുത്തു? 10:45 മുതൽ 12 മണി വരെ എത്ര സമയമുണ്ട്? 1 മണിക്കൂർ 15 മിനിറ്റ്. ഇനി 12 മണി തൊട്ട് രാവിലെ 7:30 വരെയോ 7 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട്. രണ്ടും കൂടി നമുക്ക് കൂട്ടുമ്പോൾ മണിക്കൂറുകൾ തമ്മിൽ ആദ്യം കൂട്ടുന്നു. 7 1 8 മണിക്കൂർ 15 30 മിനിറ്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 15 30 എത്രയാവും? 45 മിനിറ്റ്. 8 മണിക്കൂർ 45 മിനിറ്റ് സമയമെടുത്തു എന്ന് കാണാം. കോയമ്പത്തൂരിൽ നിന്ന് 22:30 പുറപ്പെടുന്ന ഒരു ബസ് അടുത്ത ദിവസം രാവിലെ 4:15 കോഴിക്കോട് എത്തിച്ചേരുന്നു. ബസ് യാത്രയ്ക്കെടുത്ത സമയം എത്ര? അപ്പോൾ അതെങ്ങനെ കണ്ടെത്തും? നമ്മൾ എന്തൊക്കെ വിവരങ്ങൾ തന്നിട്ടുണ്ട്? 24 മണിക്കൂർ ക്ലോക്കിൽ സമയമാണ് നൽകിയത്. ഈ നൽകിയ സമയത്തെ AM PM എന്ന രീതിയിലേക്ക് മാറ്റിയാലോ? 22:30 എന്ന് പറയുമ്പോൾ എത്രയാണ്? രാത്രി 10:30 അല്ലേ? അപ്പോൾ 10:30 PM മുതൽ രാത്രി 12 മണി വരെ 1 മണിക്കൂർ 30 മിനിറ്റാണുള്ളത്. ഇനി രാത്രി 12 മുതൽ 4:15 AM വരെയോ 4 മണിക്കൂർ 15 മിനിറ്റ്. രണ്ടും കൂടി കൂട്ടി നോക്കാം നമുക്ക്. 1 മണിക്കൂർ 30 മിനിറ്റിൻ്റെ കൂടെ 4 മണിക്കൂർ 15 മിനിറ്റ് കൂട്ടി നോക്കാം. 30ഉം 15ഉം 45 മിനിറ്റ്. 1 4 5 5 മണിക്കൂർ 45 മിനിറ്റ് എന്ന് നമുക്ക് കാണാം. അടുത്ത പ്രശ്നം വായിക്കാം. ബംഗളൂരുവിൽ നിന്ന് 22:15 പുറപ്പെടുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് പിറ്റേ ദിവസം രാവിലെ 6:45 കണ്ണൂരിൽ എത്തിച്ചേരും. ഈ ബസ് യാത്രയ്ക്കെടുത്ത സമയം എത്ര? 22:15 എന്ന് പറയുമ്പോൾ അതിനെ AM PM രീതിയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ്? 22:15 എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 12 കുറയ്ക്കാം. അപ്പോൾ 10:15 അല്ലേ? 10:15 തൊട്ട് രാത്രി 12 മണി വരെ 1 മണിക്കൂർ 45 മിനിറ്റ് ആയിരിക്കും. ഇനി ഈ രാത്രി 12 തൊട്ട് രാവിലെ 6:45 വരെയോ 6 മണിക്കൂർ 45 മിനിറ്റ് സമയമുണ്ട്. ഇനി മണിക്കൂറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 1 6 7 അല്ലേ? 45 45 90. അതിവിടെ കൂട്ടി എഴുതിയിട്ടുണ്ട്. 45 45 90 1 6 7 90. അപ്പോൾ 90നെ നമ്മൾ തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ കിട്ടും? 60 മിനിറ്റ് കൂടുമ്പോൾ 1 മണിക്കൂർ, ബാക്കി അതിലൊരു 30 മിനിറ്റ് എക്സ്ട്രാ ഉണ്ട് അല്ലേ? അപ്പോൾ 7 മണിക്കൂറിൻ്റെ കൂടെ 1 മണിക്കൂർ 30 മിനിറ്റ് കൂട്ടുന്നു. അപ്പോൾ 8 മണിക്കൂർ 30 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ യാത്രയ്ക്കെടുത്ത സമയം 8 മണിക്കൂർ 30 മിനിറ്റാണ്. ഇനി രാവിലെ 9 മണിക്ക് പുറപ്പെട്ട വിനോദയാത്രാ ബസ് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നുവെങ്കിൽ യാത്രയ്ക്ക് എത്ര സമയമെടുത്തു? മൊത്തം ഒരു ദിവസമാണ്. അപ്പോൾ അതിൽ എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ എന്ന് കാണാം. വൈദ്യുതി ക്ഷാമം കണക്കിലെടുത്ത് 8 AM മുതൽ 14 മണിക്കൂർ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിൽ വൈദ്യുതി നിയന്ത്രണം അവസാനിക്കുന്ന സമയം ഏത്? 8 മുതൽ 14. 8 പ്ലസ് 8ൻ്റെ കൂടെ 14 കൂട്ടുമ്പോൾ 22 അല്ലേ? അതിനെ AM PM രീതിയിലേക്ക് മാറ്റുമ്പോൾ 12 മൈനസ് ചെയ്യുമ്പോൾ 10 PM 10 മണി രാത്രി 10 മണിക്കായിരിക്കും വൈദ്യുതി നിയന്ത്രണം അവസാനിക്കുന്നത് എന്ന് കാണാം. അടുത്തത് പട്ടിക പൂർത്തിയാക്കുക. യാത്രയ്ക്കെടുത്ത സമയം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കണം. ഇവിടെ തീവണ്ടിയുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്, പുറപ്പെടുന്ന സമയം കൊടുത്തിട്ടുണ്ട്, എത്തിച്ചേരുന്ന സമയമുണ്ട്, യാത്രയ്ക്കെടുത്ത സമയം നമ്മൾ കണ്ടുപിടിച്ച് എഴുതേണ്ടതുണ്ട്.
നാഗർകോവിൽ മംഗലാപുരം എക്സ്പ്രസ് 4:20 പുറപ്പെട്ട് 20:25 എത്തിച്ചേരുന്നു. 20:25 എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ ക്ലോക്കിൻ്റെ സമയമാണ്. മൊത്തം യാത്രയ്ക്കെടുത്ത സമയം നമ്മൾ നോക്കുമ്പോൾ 16 മണിക്കൂർ 5 മിനിറ്റ്. എറണാകുളം ബാംഗ്ലൂർ എക്സ്പ്രസ് 17 മണിക്ക് പുറപ്പെട്ട് എത്തിച്ചേരുന്നത് പിറ്റേ ദിവസം 4:20 അപ്പോൾ എടുത്ത സമയം 11 മണിക്കൂർ 20 മിനിറ്റ്. ചെന്നൈ തിരുവനന്തപുരം മെയിൻ 19:45 പുറപ്പെട്ട് അടുത്ത ദിവസം 11:45 എത്തിച്ചേരുന്നു. എടുത്ത സമയം 16 മണിക്കൂർ. ഓരോ ട്രെയിനും യാത്ര ചെയ്യാനെടുത്ത സമയം നമ്മൾ കണ്ടുപിടിക്കണം. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 20:40 പുറപ്പെട്ട് അടുത്ത ദിവസം 10:55 എത്തിച്ചേരുന്നു. അപ്പോൾ എടുത്ത സമയം 14 മണിക്കൂർ 15 മിനിറ്റാണ്. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 4:45 പുറപ്പെട്ട് 13:45 എത്തിച്ചേരുന്നു. എടുത്ത സമയം 9 മണിക്കൂർ. കണ്ണൂർ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് 5:45 പുറപ്പെട്ട് 13:25 എത്തിച്ചേരുന്നു. എടുത്ത സമയം 7 മണിക്കൂർ 40 മിനിറ്റാണ്. അപ്പോൾ ഏത് ട്രെയിനാണ് യാത്രയ്ക്ക് കൂടുതൽ സമയമെടുത്തത്? നാഗർകോവിൽ മംഗലാപുരം എക്സ്പ്രസ് 16 മണിക്കൂർ 5 മിനിറ്റ്. അതുപോലെ കുറവ് സമയമെടുത്തത് ഏതാണ്? കണ്ണൂർ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് ആണ്, 7 മണിക്കൂർ 40 മിനിറ്റ്. ഓക്കെ, ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. താങ്ക്